PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ 2025 കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള വരാനിരിക്കുന്ന ആക്സിയം 4 ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ്റെ പേര് എന്താണ്? ശുഭാൻഷു ശുക്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സും കൂടി പറഞ്ഞു പോകാം. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയെ ആക്സിയം മിഷൻ 4ൻ്റെ പൈലറ്റായി തിരഞ്ഞെടുത്തതായി നാസ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്വകാര്യ ദൗത്യത്തിൽ യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാകും അദ്ദേഹം. രാകേഷ് ശർമ്മ ബഹിരാകാശ നിലയത്തിലേക്ക് പറന്നതിന് 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാകും മിസ്റ്റർ ശുക്ല. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള വരാനിരിക്കുന്ന ആക്സിയം 4 ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ്റെ പേരെന്താണ്? ശുഭാൻഷു ശുക്ല. 2025 ജനുവരി 25 അന്തരിച്ച ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് ഗ്രെഗ് ബെൽ ഏതു രാജ്യക്കാരനാണ്? അമേരിക്ക. ഒളിമ്പിക്സിൽ ഏറ്റവും പ്രായം കൂടിയ സ്വർണ്ണ മെഡൽ ജേതാവും അമേരിക്കൻ ലോങ് ജംപ് ഇതിഹാസവുമായ ഗ്രെഗ് ബെൽ 94 വയസ്സിലാണ് അന്തരിച്ചത്. 1956 മെൽബൺ ഒളിമ്പിക്സിൽ ലോങ് ജമ്പിൽ ഒളിമ്പിക് സ്വർണം നേടി. 1957 8.10 മീറ്റർ ചാടി വ്യക്തിഗത മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ലോഗൻ സ്പോർട്ട് സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ ദന്തചികിത്സാ ഡയറക്ടറായി 50 വർഷം ജോലി ചെയ്തു. 2020 വിരമിച്ചു. 2025 ജനുവരി 29 മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ആരെയാണ് വീണ്ടും നിയമിച്ചത്? ഹിസാഷി ടാക്കേച്ചി. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് 3ാം പാദ ഫലപ്രഖ്യാപനത്തിന് മുൻപ് 2025 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന 3 വർഷത്തേക്ക് കൂടി ഹിസാഷി ടാക്കേച്ചിയെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി വീണ്ടും നിയമിക്കുന്നതിന് ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകിയതായി പ്രഖ്യാപിച്ചു. 2019 ജൂലൈ മുതൽ അദ്ദേഹം മാരുതി സുസുക്കിയുടെ ബോർഡിലുണ്ട്. 2021 ഏപ്രിൽ മുതൽ സ്ഥാനക്കയറ്റം വരെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറായിരുന്നു. അപ്പോൾ 2025 ജനുവരി 29 മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് ആരെയാണ് വീണ്ടും നിയമിച്ചത്? ഹിസാഷി ടാക്കേജി. അടുത്തിടെ രാജിവെച്ച ഓസ്ട്രേലിയക്കാരനായ ജെഫ് അലാഡിസ് ഏത് സംഘടനയുടെ CEO ആയിരുന്നു? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. ക്രിക്കറ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് ക്രിക്കറ്റ് ജനറൽ മാനേജറായി 2012 മിസ്റ്റർ അലാഡിസ് ICCയിൽ ചേർന്നു. 8 മാസം ആക്ടിംഗ് CEO ആയി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 2021 നവംബറിൽ ICCയുടെ CEO ആയി നിയമിതനായി. അപ്പോൾ അടുത്തിടെ രാജിവെച്ച ഓസ്ട്രേലിയക്കാരനായ ജെഫ് അലാഡിസ് ഏത് സംഘടനയുടെ CEO ആയിരുന്നു? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി വാട്സാപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി വാട്സാപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്സാപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം. അപ്പോൾ എന്താണ് ഈ വാട്സാപ്പ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്സാപ്പ് വഴി വിവിധ പൗരസേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് വാട്സാപ്പ് വഴി വിവിധ പൗരസേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് സർക്കാർ വാട്സാപ്പ് ഗവേണൻസ് സേവനം ആരംഭിച്ചു. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിൻ്റാണ് മനമിത്ര എന്നറിയപ്പെടുന്ന ഈ സേവനം. അപ്പോൾ വാട്സാപ്പ് ഗവേണൻസ് ആദ്യമായിട്ട് ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. മനമിത്ര എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. മനമിത്ര എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മനമിത്ര എന്നറിയപ്പെടുന്ന ഈ സേവനം അമരാവതിയിലെ ഉണ്ടവല്ലിയിലുള്ള തൻ്റെ വസതിയിൽ സംസ്ഥാന വിവരസാങ്കേതിക വിദ്യ മന്ത്രി നര ലോകേഷ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ 2 പോയിന്റ്സാണ് ഇതിനെപ്പറ്റി. ഒന്ന്, വാട്സാപ്പ് ഗവേണൻസ് ആദ്യമായിട്ട് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. എന്താണ് വാട്സാപ്പ് ഗവേണൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്സാപ്പ് വഴി വിവിധ പൗര സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ വാട്സാപ്പ് ഗവേണൻസ് സേവനം ആരംഭിച്ചു. അതുപോലെ മനമിത്ര എന്നൊരു പോയിന്റ് ഉണ്ട്. മനമിത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാട്സാപ്പ് ഗവേണൻസ് മറ്റൊരു പേരാണ് മനമിത്ര. അപ്പോൾ മനമിത്ര എന്നറിയപ്പെടുന്ന ഈ സേവനം അമരാവതിയിലെ ഉണ്ടവല്ലിയിലുള്ള തൻ്റെ വസതിയിൽ സംസ്ഥാന വിവരസാങ്കേതിക വിദ്യ മന്ത്രി നര ലോകേഷ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാത്രി 11 മണിക്ക് ശേഷം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തിയേറ്ററുകളിൽ വന്ന് സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ്? തെലങ്കാന ഹൈക്കോടതിയാണ്.
രാത്രി 11 മണിക്ക് ശേഷം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തിയേറ്ററുകളിൽ വന്ന് സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി തെലങ്കാന ഹൈക്കോടതി. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ രാത്രി 11 മണിക്ക് ശേഷം തിയേറ്ററുകളിൽ സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് തെലങ്കാന ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനും മറ്റുള്ളവർക്കും നിർദ്ദേശം നൽകി. പ്രായപൂർത്തിയാകാത്തവരെ വൈകിയ സമയങ്ങളിൽ സിനിമ കാണാൻ അനുവദിക്കരുതെന്നും അല്ലാത്തപക്ഷം അത് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും അഭിഭാഷകൻ വാദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഫാഷനി ഡിവിഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുരയിലെ സമ്പന്നമായ പ്രാദേശിക ഭാഷകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഭരണത്തിൽ ഈ ഭാഷകൾ ഉപയോഗിച്ച് പൗരന്മാരുടെ ഡിജിറ്റൽ പങ്കാളിത്തം സുഗമമാക്കുന്നതിനുമുള്ള സംസ്ഥാനത്തിൻ്റെ ശ്രമങ്ങളിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇത്. എന്താണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഭാഷണി ഡിവിഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ്? ത്രിപുര. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശിനെയാണ്. മഹാകുംഭമേള 2025 നടക്കുന്നത്. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശ്. ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനങ്ങളിൽ ഒന്നായ 2025 മഹാകുംഭമേളയുടെ മഹത്വം എടുത്തു കാണിക്കുന്ന ഈ ടാബ്ലോ ഇന്ത്യയുടെ പൈതൃകത്തെ രൂപപ്പെടുത്തുന്നതിൽ കുംഭമേളയുടെ ആത്മീയവും ചരിത്രപരവും സാമ്പത്തികവുമായ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 എവിടെയാണ് നടക്കുന്നത്? തമിഴ്നാട്. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 എവിടെയാണ് നടക്കുന്നത്? തമിഴ്നാട്. 2025 ഫെബ്രുവരി 17 മുതൽ 20 വരെ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 കായിക താരങ്ങൾക്ക് മത്സരിക്കാനും അവരുടെ നേട്ടങ്ങൾ ആഘോഷിക്കാനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുമുള്ള അവസരമാണിത്. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തന മികവിന് വനം വകുപ്പിൻ്റെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് മാതൃഭൂമിക്കാണ്. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തന മികവിന് വനം വകുപ്പിൻ്റെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് മാതൃഭൂമിക്ക്. സ്കൂൾ വിദ്യാർത്ഥികളുമായി കൈകോർത്ത് പരിസ്ഥിതി മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനാണ് മാതൃഭൂമി സീഡ് പദ്ധതി പുരസ്കാരത്തിന് അർഹമായത്.